ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഫോട്ടോജി കാണാൻ വന്നു. ഫോട്ടോജി കാണാൻ വന്നപ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇത്തിരി ലേറ്റായി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടി. അതായത് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിൽ ലേറ്റ് ആയല്ലോ, ഓൾറെഡി ലേറ്റ് ആയി സാധാരണ നോർമലായിട്ട്. അപ്പോൾ ഇവിടെ ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുക. ഒരു തവണ വിളിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ചേട്ടൻ വിളിക്കണേ, എനിക്ക് പേടിയാണ്. ചേട്ടൻ ഭയങ്കര പേടിയാടാ, ഭയങ്കര റെസ്പെക്റ്റുള്ള മനുഷ്യനാണ് ആള്. ഭയങ്കര പേടിയാണ്. അപ്പം നീ എടുത്ത് സംസാരിക്കും, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. കറക്റ്റ് കാര്യം പറയണ്ട, അല്ല ഇങ്ങനെ കറക്റ്റ് കാര്യം പറയണ്ട, ചെറുതായിട്ട് കള്ളം പറഞ്ഞു. അതായത് ഇപ്പൊ വരും എന്നുള്ള രീതിയിലേ അല്ല കാണാമെന്നല്ലേ. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത് ഫോൺ വിളിച്ചു. അപ്പോൾ പേടിയാണ്, ഭയങ്കര പെട്ടെന്ന് പേടി അവൾക്ക്. അതിന് മൂന്നാമത് വിളിച്ചപ്പോൾ ശരിയടാ നീ അപ്പം തന്നെ വിളിക്കണടാ, അപ്പൊ തന്നെ വിളിച്ചോണ്ടിരിക്കണ. എടാ കുഴപ്പമില്ല നീ വിട്ടോന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ബസ് കയറ്റി വിട്ടു. ഇവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ തിരിച്ചു വിളിച്ചേക്കന്നെ, എന്നെ വിളിച്ചേക്കുന്ന. എടാ നീ ഞാൻ വീട്ടിൽ പോകണടാ, എനിക്ക് ഈ സീനാണ്, ചേട്ടൻ പ്രശ്നമാകും, എന്നെ വിളിച്ചോണ്ടിരിക്കാണ്. എത്ര നേരം ലേറ്റ് ആയിരുന്നു? ഒരു അരമണിക്കൂർ. അല്ല അതല്ലടാ, സന്ധ്യ എത്ര നേരം? സന്ധ്യ ഒരു 5 മണി. 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണല്ലേ? സാരില്ല പോട്ടെ. അതായത് അത് ഭയങ്കര ഫാമിലി നല്ല. അപ്പോ തിരിച്ചെന്നെ തിരിച്ചു വിളിച്ചേക്കാ. അതെ ഞാൻ വീട്ടിൽ പോണില്ല, ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട്. വേറെ എന്താ അങ്ങനെ? അത് വേണ്ട, നീ വീട്ടിൽ ഇപ്പൊ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. അത് വേണ്ട, പോണില്ല, ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വണ്ടിക്ക്, അതായത് അവളെ എവിടെ ഇറങ്ങിയത്? തോപ്പുംപടി ഇറങ്ങി. ഫോട്ടോജിന്ന് കുമ്പളങ്ങി ബസ് കയറിയില്ല, കുമ്പളങ്ങി ബസ് കയറിയിട്ട് തോപ്പുപടി ഇറങ്ങിയിട്ട് ഇട്ടാൻ വന്നതിൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ പോയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. അപ്പം ഞാൻ നിന്ന് സ്റ്റേ എടുത്ത് നിന്ന്, സ്റ്റേ അല്ല ഞാൻ അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നിന്ന്. അവിടെ വന്ന് തിരിച്ചു വന്നിട്ട് തിരിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഫോൺ ഓഫായി. അപ്പോൾ എനിക്ക് ഫോൺ വിളി ഒന്നുമില്ല. അപ്പോൾ ടെൻഷൻ കുറഞ്ഞു. എൻ്റെ അടുത്തെത്തി തിരിച്ച് അടുത്ത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമോ? നടക്കൂലേ? അടുത്ത് നടക്കുമെന്നറിയില്ല. നാട് വിട്ടാലോ ഒന്ന്, ചെറിയ കാര്യം നാട് വിട്ടാലോ എന്ന് പറഞ്ഞു. വീട്ടിൽ പോണ്ടെന്ന് പറഞ്ഞോള്. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. തമിഴ്നാട് പോയി ഞങ്ങള് വിട്ടു. ട്രെയിൻ തമിഴ്നാട് പോയിട്ട് വേളാങ്കണ്ണി പള്ളിക്ക് പ്രാർത്ഥിക്കാൻ. ഫോർട്ട് കൊച്ചി പോയി ലേറ്റ് ആയ 6 മണി ആയതിന് വേളാങ്കണ്ണിയിൽ പ്രാർത്ഥിക്കാൻ. എന്റെ എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി ഉണ്ട്, കാരക്കൽ എക്സ്പ്രസ്. ആ വണ്ടിയിൽ കയറിയിരുന്നു. ടിക്കറ്റ് എടുത്തില്ല. അന്ന് ടിക്കറ്റ് എടുത്തു. മുംബൈക്ക് പോയി എടുത്തില്ലടാ. മുംബൈക്ക് അത് കഴിഞ്ഞിട്ടാണോ പോയത്? അത് കഴിഞ്ഞിട്ട്. അപ്പോ അന്ന് ടിക്കറ്റ് എടുക്കാണ്ട് അവിടെ എത്തിച്ചേ. അവിടെ എത്തിയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ അപ്പന്റെ വീട് എവിടെയാ? തമിഴ്നാടാണ്. അപ്പൊ അപ്പന്റെ അടുത്ത് ഇങ്ങനെ വരും പറഞ്ഞു. എന്റെ അപ്പന്റെ അപ്പച്ചൻ തമിഴ്നാടും അമ്മ കേരള, തൃശ്ശൂരാണ്. അനിയനുണ്ട്. പറഞ്ഞില്ലല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനും ഇവിടും വരുന്നുണ്ട്. അപ്പഴാണ് അപ്പനറിയണത് സംഭവം. അപ്പനാണ് അറിയണത്. ആർക്കും അറിയണ്ടായിരുന്നില്ല. ശരി എന്ന് പറഞ്ഞു. ആളുടെ വിചാരം ഞാനിവിടെ അടിച്ചോണ്ട് വരുന്നതാ. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന. അതായത് തമിഴ്നാട് പോകുമ്പോ വീട്ടിൽ ചെറിയൊരു കള്ളം പറഞ്ഞു. അതായത് അനഘ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറില്ലേ, ഇവളുടെ ബാച്ചിലുള്ള ഒരു കുട്ടി. അപ്പൊ ആ കൊച്ചിനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് ചാടിയത്. അപ്പൊ റൂമുണ്ട് ഇവിടെ, മീൻസ് ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യുന്നോളാം. അങ്ങനെ എന്തോ വിളിച്ചു പറഞ്ഞില്ലേ, ഫോണാക്കള് മുന്നേ അങ്ങനെ എന്തോ സീനിൽ വിളിച്ചു പറഞ്ഞു. വീട്ടിലറിയിച്ചുണ്ട്. അങ്ങനെയാണ് തമിഴ്നാട് പോണേ. അപ്പൊ അപ്പനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വരുന്നുണ്ട്, ഞാനിവിടെ വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കിയത് അടിച്ചോണ്ട് വരണേ സീനാണെന്നുള്ള രീതിയിലാണ്. അവിടെ രജിസ്റ്റർ മാരേജ് ഒക്കെ പ്ലാൻ ചെയ്തു. നല്ല കുടുംബം. അതെ. എന്നിട്ട് തമിഴ്നാട് എത്തുന്നേക്കാളും മുമ്പ് സപ്പോർട്ടീവാണ്. അപ്പൻ ഓക്കെയാണ്, അപ്പനമ്മയൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ ഒരു 1 മണിക്കൂർ മുന്നേ ട്രെയിനിലേക്ക് കുറേ ടീമുകൾ കയറി. മീൻസ് നമ്മുടെ കസിൻസൊക്കെ കയറി.
ഞങ്ങളുണ്ട് സംസാരിച്ച് പേടിക്കുന്ന ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ഞങ്ങളുണ്ട്, ഒക്കെ റെഡിയാണ്. താലിമാല അതിന്റെ പരിപാടികൾ രജിസ്ട്രേഷൻ ഇതൊക്കെ എൻ്റെ അമ്മ. അപ്പൊ ഞങ്ങളിങ്ങനെ മോത്തോട് വന്നോക്കി എന്ത് സ്റ്റേഷനൊക്കെ ഞങ്ങള് വെറുതെ വന്നതാണ്, വേളാങ്കണ്ണിലേക്ക് വന്നതാണ് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത്. പക്ഷെ നിങ്ങൾ എന്നിട്ട് തടഞ്ഞില്ല അല്ലേ? കല്യാണം കഴിക്കാൻ താലിമാലയൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് പോയതല്ലല്ലോ. അത് പറഞ്ഞ് മനസ്സിലാക്കിയവരെ. ഓ, പറഞ്ഞു മനസ്സിലാക്കിയ. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാണ്. അപ്പൻ്റെ അടുത്ത് അപ്പന് ഇതായിരുന്നു ആളെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ബന്ധുക്കാരൊക്കെ വിളിച്ച് ഇതേ മോൻ വരുന്നുണ്ട്, മോളിയും കുട്ടീനെ വരണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി. ബന്ധുക്കാരൊക്കെ കയറി ട്രെയിനിൽ കയറി പോകില്ല സംസാരിക്കാണ്. നിന്റെ അച്ഛനാണ് ശരിക്കും ഹീറോ. പല ആൾക്കാരുടെ ഇതുപോലെ കല്യാണം മുടങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പല അപ്പന്മാരും ഇതുപോലെ തടയാറുണ്ട്. പക്ഷെ നിന്റെ അപ്പൻ അങ്ങനെയല്ല. അപ്പനിരിക്കട്ടെ ഒരു കൂപ്പ് കൈ അല്ലേ?